ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തികച്ചും അപ്രതീക്ഷിതമായ അഴിച്ചുപണിയാണ് നടത്തിയിട്ടുള്ളത്. 6 വിദേശ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടു. എന്നിട്ട് പുതിയതായി കൊണ്ട് 5 വിദേശ താരങ്ങളെ കൊണ്ടുവന്നു. കൂടാതെ ഇന്ത്യൻ താരമായ റൗളിൻ ബോർജസിനെയും യുവതാരമായ ഡാനിയലിനെയും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം ഐമൻ അസ്ഹർ, നോറ, അതുപോലെ തന്നെ അമേർ അണവാഡ് എന്നിവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മൂല്യത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഞെട്ടിക്കുന്ന കണക്കുകൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ ഇപ്പോൾ പുറത്തു വിട്ടു കഴിഞ്ഞു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പിറകിലേക്ക് പിന്തള്ളപ്പെടുകയാണ് മൂല്യത്തിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സിന്റെ മൂല്യം വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മൂല്യം വരുന്നത് 17,80,00,000 രൂപയാണ്. 29,60,00,000 രൂപയുടെ ഒരു ഇടിവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് 9ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പിന്തള്ളപ്പെടുകയാണ്. ഏകദേശം മൂല്യത്തിന്റെ കാര്യത്തിൽ 30 കോടി രൂപയോളം കുറവ് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 1ാം സ്ഥാനം അത് മോഹൻ ബഗാൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അവരുടെ നിലവിലെ മാർക്കറ്റ് വാല്യൂ 49.4 കോടി രൂപയാണ്. അതായത് 8.4 കോടി രൂപയുടെ ഒരു ഇടിവ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളാണ്. 33 കോടി രൂപയാണ് നിലവിലെ അവരുടെ മാർക്കറ്റ് വാല്യൂ. 7 കോടി രൂപയുടെ ഒരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് ഗോവ വരുന്നു. 26.2 കോടി രൂപയാണ് അവരുടെ നിലവിലെ വാല്യൂ. 13 കോടി രൂപയുടെ ഒരു ഇടിവ് ഗോവയ്ക്ക് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് ജംഷഡ്പൂർ FC വരുന്നു. 22.4 കോടി രൂപയാണ് അവരുടെ നിലവിലെ വാല്യൂ. 4 കോടി രൂപയുടെ ഒരു ഇടിവ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് പഞ്ചാബ്, 6ാം സ്ഥാനത്ത് ബംഗളൂരു FC, 7ാം സ്ഥാനത്ത് ചെന്നൈയിൻ FC, 8ാം സ്ഥാനത്ത് മുംബൈ സിറ്റി എന്നിങ്ങനെയാണ് വരുന്നത്. അവർക്ക് പിറകിൽ 9ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. കേവലം 17,80,00,000 രൂപ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ മൂല്യം. 10ാമത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, 11 ഒഡീഷ, 12 ഡൽഹി, 13 ഇന്റർ കാശി, 14 മുഹമ്മദൻ SC എന്നിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഏറ്റവും പുതിയ മാർക്കറ്റ് വാല്യൂ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന താരങ്ങൾ, വിദേശ താരങ്ങൾ, അവർ വളരെയധികം മൂല്യം കുറഞ്ഞ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ മൂല്യത്തിൽ ഏകദേശം 30 കോടി രൂപയോളം ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.